Good morning, ma'am. Okay, good morning to all. Good morning, ma'am. Good morning, Morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. ഇപ്പൊ മാമാരെല്ലാം ചുമത്താണല്ലോ വരുന്നേ. അശ്വതി മാമൻ ചുമന്ന, ആതിര മാമൻ ചുമന്ന, Red ആണല്ലേ ഫുൾ റെഡ് ആണ്. Okay. ഇപ്പഴും റെഡായി, ഫുൾ റെഡ്. Okay. Yeah. എല്ലാരും ജോയിൻ ചെയ്യുന്നുള്ളല്ലോ. എന്താണ് ഡിസ്കഷൻ എന്താ? മാം തമന്നയുടെ ക്യാമറ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓൺ ചെയ്ത് നോക്കട്ടെ, ഓൺ ആവണ്ടാ നോക്കാൻ പറഞ്ഞിരുന്നു. അതാ നോക്കൂ, തമന്ന നോക്കിക്കോളൂ. മാം ക്യാമറ ഓൺ ആണ്, കാണാവോ? ഇല്ല ഇല്ലല്ലോ. കുട്ടി, ഇല്ല. ഇത് എന്ത് ചെയ്യുന്ന ഒരു വഴി പിടിയില്ല മാം. ഇവിടെ ടെക്നിക്കൽ ടീമിനെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഓൺ ആണ്, എനിക്ക് ഓൺ ആയിട്ട് കാണാം ക്യാമറ. ആണോ? നാളെ ഞങ്ങളുടെ ഈദ് സെലിബ്രേഷൻ ഉണ്ട് മാം. ഞങ്ങൾ ഒപ്പനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയും ടെൻഷൻ. യാ എനിക്കിപ്പോ ബാക്ക് ക്യാമറ കാണാം. ഞാനിപ്പോ തന്റെ ഫ്രണ്ട് ക്യാമറ ആക്കി. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം മാം. പക്ഷെ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് അത് ഇഷ്യൂ ആണ്. ഇത് അപ്ഡേഷൻ നടന്നതിന് ശേഷമാണ് ഈ പ്രശ്നം. ആപ്പ് എനിക്ക് തോന്നുന്നേ എന്തെങ്കിലും സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസി ഒന്ന് നോക്കി നോക്കി. ഷെയറിങ്ങോ ക്യാമറയുടെ ഉള്ളിൽ സെറ്റിംഗ്സിൽ പോയി നോക്കിയാൽ മതിയടാ. ക്യാമറയുടേതായിട്ടൊരു സെറ്റിങ്സ് ഇതിൽ കാണുന്നില്ല. ഞാൻ നോക്കിയപ്പോ എല്ലാം ഇങ്ങനെ അലോ ചെയ്തൊക്കെയാ കിടക്കുന്നത്. പക്ഷെ എല്ലാം കൂടെ അലോ കൊടുക്കുമ്പോ എന്താ പറയുന്നത്, എല്ലാം കൂടെ ഓൺ ആവുന്നു. ക്യാപ്ഷനും അതും ഇതും ഒക്കെ ഓൺ ആവുന്നു. നോക്കട്ടെ ഇനിയിപ്പോ എന്താ ചെയ്യൂന്നറിയില്ല. ക്യാമറ ഷെയറിംഗ് ഒന്ന് നോക്കിയേ. നോക്കാം. ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റമുണ്ട് അപ്ഡേറ്റ് ആയപ്പോഴേ. ഇല്ലെങ്കിൽ നാളേക്ക് വേണ്ടി വേറെ ഫോണിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഓ, നാളെ സെലിബ്രേഷൻ ആണല്ലേ? അതെ മാമിനോട് പ്രയറും ഇതുമൊക്കെ കഴിഞ്ഞിട്ടൊരു കാര്യം പറയാന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കഴിയട്ടെ മാം, പറയാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. പ്രയർ എല്ലാം പറയും. സ്റ്റാർട്ട് ചെയ്യാം. Prayer alle, ma'am. Yeah. Good morning, ma'am. I am Sina. We thank you, God, for giving us this day. We pray that you bless us in work and our play. Play our parents and our teachers too for helping us in all that we do. We thank you for food, for home and for rest, and for being at our side when we are brought to the test. Bless our dear school and our motherland. Show us way to walk hand in hand. Teach us the importance of work side by side. In your love, grace may be always abide. Thank you, ma'am. Yeah. Okay. അല്ലായിരുന്നു മാം, അതുകൊണ്ടാണ്. Okay. Yeah. Then thought of today and signing. പറയൂ. സൈൻ സെയിം ഞാൻ തന്നെ മാം. ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസിന്റെ സമയത്തൊക്കെ എല്ലാവർക്കും ഇത് നോക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു ചെറിയൊരു സ്റ്റോറിയാ. ദ ഹോണസ്റ്റ് വുഡ് കട്ടർ. Once a poor woodcutter was cutting wood by the river when his axe slipped from his hand and fell into the water. He was very sad, and it was his only tool to earn a living. Suddenly, a spirit appeared and offered to help. The spirit dived into the river and returned with a golden axe, asking, "Is this your axe?" This woodcutter, the woodcutter shot his head and said, "No, this is not mine." The spirit, when brought out a silver
axe, but again the woodcutters say, "No, that's not mine." Finally, the spirit brought out the woodcutter's old iron axe. The woodcutter happily said, "Yes, this is my axe." Impressed by his honesty, the spirits rewarded him with the 3 acts. The moral of the story: honesty is the best policy. അപ്പോ ഇതുപോലെ എല്ലാവരും നമ്മുടെ സത്യസന്ധത കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈഫിലോ. താങ്ക് യു മാം. സൈനിൻ സിനു ഷാഗർ. Yeah. Okay. Then thought of the ഒന്നുമില്ലല്ലോ ഉണ്ടോ? Quote of the day ഞാൻ പറയാം മാം. Okay. Quote of the day: The future depends on what you do today. Right, written by Mahatma Gandhi. Presented by Archana Vishnu from Alappuzha. Thank you, ma'am. Yeah. Okay. So let's start this class. Okay. എന്താണ് പറയൂ, ഇനി എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞേ കേക്കട്ടെ. മാം, അതായത് നാളെ നമുക്ക് ഈ ക്ലാസ് അവർ തന്നെ ആയിരിക്കും ഇത്. അപ്പോ നമുക്ക് ചോദിക്കണം വെച്ചാൽ മിസ്സുമാർക്ക്, അതായത് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ഈദിന്റെ വിഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാം. അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊരു ഇതൊന്ന് പറയാം. നമ്മൾ ആങ്കറിങ് ചെയ്യുന്ന കുട്ടികൾ അതൊന്ന് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഇന്ന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോ മാം പറയുന്നുണ്ടെന്നെങ്കിൽ ഇപ്പൊ അശ്വതി മിസ് പറയുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു പേര് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനാ. ഒരു കുറച്ച് സമയം മതിയാവുമല്ലോ, എല്ലാം കൂടെ 1 hour ഉള്ളൂ. അപ്പൊ അവര് രാവിലെ മെസ്സേജ് ഇട്ടിരുന്നു ഇതേപോലെ, ഇങ്ങനെ കുട്ടി കേറാൻ പറ്റില്ല, ഇന്ന് പ്രിപ്പയർ ആവണം. മാമിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ നാളെ? ചാൻസ് കുറവാണ്. കുറവാണ്. ഓക്കെ. അപ്പൊ അതൊന്ന് എല്ലാരെയും അറിയിക്കണമെങ്കിൽ ടീച്ചേഴ്സിന്റെ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ മാം. അപ്പൊ ഒരു ഈദ് വിഷ് ടീച്ചേഴ്സിന്, ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഈദ് വിഷ് നമ്മൾ ഇത് ലിസ്റ്റ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ പിന്നെ ഏതാണ് മിസ്, ഏതാണ് ആതിര മിസ് ആണോ? അതെ അതെ, സൈക്കോളജി ആണ്. ഞാൻ ജസ്റ്റ് വരാൻ നോക്കാം, ക്ലാസ് ഉണ്ട്, എന്നാലും ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ആയിട്ട്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു താങ്ക് യു. പിന്നെ എല്ലാരോടും പറയാനുള്ളത് തന്നെ മാം, കാരണം ഈ 1 മണിക്കൂറേ ഉള്ളൂ സമയം. നാളെ നമുക്ക് റൂൾസ് പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം ആദ്യം തന്നെ എല്ലാവരുടെയും അപ്രിസിയേഷൻ പ്രതീക്ഷിക്കുന്നു പ്രോഗ്രാം കാണുന്ന എല്ലാവരുടെയും. കാരണം ഇത് ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസിന്റെ ഇതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒപ്പന ആയിരുന്നാലും ഗ്രൂപ്പ് സോങ് ആയിരുന്നാലും 2 സെറ്റ് വീതം ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് സോങ് എനിക്കൊന്ന് ഒരെണ്ണവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അൽഹംദുലില്ലാ പ്രിപ്പറേഷനിലാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. കിട്ടുന്ന അവേഴ്സ് ഒക്കെ ഓൺലൈൻ വരുന്നുണ്ട്, ഗൂഗിൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അത്രയും പ്രിപ്പയർഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ റിയാക്ഷൻ ആണ് നമ്മുടെ ധൈര്യം. പിന്നെ വൺസ് ഇതിപ്പോ ഒപ്പനയെന്ന് പറയുമ്പോ എങ്ങനെയാ, എല്ലാവരും ജോയിൻ ചെയ്തതാണോ? ഒപ്പനയെന്ന് പറയുമ്പോൾ മാം, അതാണ് എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത സങ്കടം. അതായത് ഇപ്പം 8 പേരാണ് ഓൺ ദ ടൈം നമുക്ക് ഈ വീഡിയോ ഓൺ ചെയ്ത് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു മിസ്. അപ്പോ അത് ഒരാൾ മണവാട്ടി അവിടെ ഇരിക്കും, ബാക്കി എല്ലാരും ഒരേപോലെ കളിക്കും. ഓൺലൈൻ ഒപ്പന. അപ്പൊ അതിൻ്റെതായ ഒരു ലിമിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കാണും ഫസ്റ്റ് ടൈം. പിന്നെ ഇതേപോലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ മാത്രം വീഡിയോ, ഇപ്പൊ ഒപ്പന ഡാൻസ് ചെയ്യുന്നവരാണെങ്കിലും വീഡിയോ ഓഫ് ചെയ്യുക, പാട്ട് മാത്രം കേൾക്കുന്ന ആള്. അതാണെങ്കിലും ഭയങ്കര എക്കോയും സൗണ്ട് ഒക്കെ ആയിരിക്കുമല്ലോ പാട്ട് പാടുമ്പോഴായിരുന്നാലും. എല്ലാരും മൈക്കിന്റെ കാര്യം അതേ ഒന്നും നല്ലോണം ശ്രദ്ധിച്ചോളുക. പിന്നെ 1 hour ഉള്ളൂ മാക്സിമം. പിന്നെ 11:30 എന്ന് പറയുന്ന ടൈം ഉണ്ടെങ്കിൽ എല്ലാരും ഒരു 11 മണിയാകുമ്പോൾ റെഡി ആയിട്ടിരിക്കുക. പിന്നെ റെഡി ആവാനുള്ള ടൈം കിട്ടത്തില്ല. ഇൻഡിവിജ്വൽ പെർഫോമൻസ് കുറേ ഉണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മണവാട്ടിക്ക്. ഓക്കെ. അപ്പൊ എന്തായിരുന്നാലും മാം, ഇതാണ് പറയാൻ വന്നത്. ടീച്ചേഴ്സിന്റെ ഒരു വിഷ് ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാനായിരുന്നു അവർക്ക്. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, ഇന്ന് റസി ആബ്സെന്റ് ആണോ? ആരാ മാം? റസിയ. രസ്നയാണോ മാം? രസ്നയാണോ? രസ്ന ഇന്ന് വന്ന് ആബ്സെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, വന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ഓക്കെ, എങ്ങനെയാണ് മനസ്സിലായോ നിങ്ങൾക്ക്? അഡ്ജക്റ്റീവ്, ക്ലോസ്, ഫ്രേസ് ഇതെല്ലാം ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? പറയൂ. ഏകദേശം ക്ലിയർ ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ പറയൂ. എല്ലാവരും ഏകദേശം കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞങ്ങള് മറ്റേ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ഒരൊറ്റ എക്സാമ്പിൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആവും എന്നുള്ളൊരു രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം റെഡിയാക്കി വെച്ചതാ. അപ്പൊ ക്ലാസ് കിട്ടിയില്ല മാമിന്റെ. അതെ. ഓക്കെ, നമുക്ക് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സസൈസ് നോക്കാവേ. ഐഡന്റിഫൈ ദ adjective, phrase and clause. അത് മാത്രം നോക്കിയാൽ മതി, ബാക്കി നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ബോട്ട് ദാറ്റ് ജെയിംസ് ബിൽഡ്. ഇതിലെ ആൻസർ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആൻസർ നോക്കണ്ട, നോക്കാതെ എന്നൊന്ന് പറഞ്ഞു നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ദിസ് ഇസ് ദ ബോട്ട് ദാറ്റ് ജെയിംസ് ബിൽഡ്. എന്താ വരാ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ? ദാറ്റ് വന്നിട്ടുള്ളത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉള്ളത് കൊണ്ട് ബോട്ട് Clause ദാറ്റ് അല്ലേ? ജെയിംസ് പറയുന്നത് Adjective clause അല്ലേ ma'am? adjective clause. അവിടെ ഒരു Clause നൗൺ ആണോ? ഉണ്ട്, ദാറ്റ് ഉണ്ട്, ഒരു ശേഷം റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ട്. That James built. ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, ഒരു റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട് അല്ലേ? റിലേറ്റീവ് പ്രോണൗണിന് ശേഷം സബ്ജക്റ്റും വെർബും ഉണ്ട്. അപ്പോ ക്ലോസ് ആണ്. നെക്സ്റ്റ്, ദ ഗേൾ ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് റെഡി. Adjective phrase. Second one, the girl on the right side is ready. Answer പറയൂ എല്ലാവരും. adjective clause ആണ്. ഫ്രേസ് ആണെന്ന് തോന്നുന്നു മാം. adjective clause ആണ് അല്ലേ? Adjective clause ആണ് ma'am. തേർഡ് വൺ adjective clause. Girl on the right side പറയുന്നത് adjective clause ആയി. ഉറപ്പാണോ? അല്ല മാം, ശരിയാണോ തെറ്റ്? Phrase ആണെന്ന് തോന്നുന്നു മാം. അഡ്ജക്റ്റീവ് ഫ്രേസ്. മാം Phrase ആണ്, phrase ആണ്. Yes, Hello. phrase ആണ്. Adjective phrase ആണ് മാം. ഫ്രേസ് ആണ് മാം. ഇതാണ് അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഇല്ലല്ലോ. റിലേറ്റീവ് പ്രൊനൗൺ ആബ്സെന്റ് ആണ്. ശ്രദ്ധിക്കുകയാണ്. അവിടെ ഒരു സംഭവം ചെയ്തത് റൈറ്റ് സൈഡിലുള്ളതായിട്ട് അവളെ എന്ത് ചെയ്തേ, മോഡിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പോഴത് ഫ്രേസ് ആയിട്ടല്ലേ വരുന്നത്? അവിടെ ഗേളിനെയാണ് മോഡിഫൈ ചെയ്തത്. ഗേള് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ഹൃതിക്കാണ് എന്നാ പറയുന്നത്. അവിടെ റിലേറ്റീവ് പ്രോണൗണോ ഒന്നും വന്നിട്ടില്ല, അവിടെ ഒരു വെർബ് ഇല്ല. ഓക്കെ, സോ അത് ഫ്രേസ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ഫ്രേസ്. The girl on the right side is ready. Adjective phrase ആണ്. Next, the girl who cleaned the room is Geeta. Adjective clause ആണ് മാം. Girl who cleaned പറയുന്നത് who പറയുന്നതാണ് റിലേറ്റീവ്സ് ആയിട്ട് അവിടെ. ഇവിടെ ക്ലോസ് ആണ്. റിലേറ്റീവ് പ്രോണൗണിന് ശേഷം സബ്ജക്റ്റും വെർബും വന്നിട്ടുണ്ട്. വെർബ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, where is the woman who brought the letter? Adjective clause. Adjective clause. Who brought it? Who brought the letter? Who brought? Yeah, റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം close ആണ്. Then this is the mother who visited the church yesterday. ക്ലോസ് Adjective yesterday. ക്ലോസ് അല്ലേ മാം? Close ആണ്. Relative pronoun വന്നില്ലേ? Close ആണ് ട്ടോ. The office on the right side of the road is mine.
adjective phrase. 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 ആണ്. Yes, adjective phrase ആണ്. Yeah, clear. So, ഇത്രയേ ഉള്ളൂ. Yes, ma'am. Simple ആയി. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. ഇപ്പൊ ഓക്കെ ആയോ? ക്ലിയർ ആയോ? Clear, ma'am. Clear ആയി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, adjective phrase, clause, adjective ഇതിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. എക്സാമിനാണെങ്കിലും അതിലെ തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെന്താണ്? ഫിൽ ദ ബ്ലാങ്ക്സ് ആണ്. അല്ല, റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ഫിൽ ചെയ്യാനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നോക്കി. That woman dash name I don't know used to live near my house. That woman. Whose name വരുമോ? Whose name? I don't know. Whose? Whose വരില്ലേ മാം? ആൻസർ നോക്കേണ്ടി വരുമോ? ഹൂസ് ആണോ? നിങ്ങൾ ആൻസർ നോക്കിയിട്ടാണോ പറയുന്നത്? അല്ല മാം. ഷുവർ? Yes. Whose ആണേ? That woman whose name I don't know used to live near my house. എന്റെ വീടിനടുത്ത് താമസിക്കുന്ന ആ സ്ത്രീയുടെ പേര് ആരുടെ പേര് എന്നുള്ള ചോദ്യം വരും അല്ലെ. ആ സ്ത്രീയുടെ പേര് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ പേര്? സോ അവിടെ യൂസ് ചെയ്യുന്നത് whose ആണ്. നെക്സ്റ്റ്, this is Rajni dash lives the next house is a close friend of mine. Who lives? എന്റെ വീടിനടുത്ത് താമസിക്കുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട് ആയ രജനി ആണ് എന്റെ വീടിനടുത്ത് താമസിക്കുന്നത് എന്നാണ് ആ സെന്റൻസിൽ വരുന്നത്. സോ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തായിരിക്കും? ഇപ്പോ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ആര് എന്നായിരിക്കും അല്ലെ. സോ ഹു ആണ്. മഹാത്മാഗാന്ധി ആൻഡ് ഡാഷ് Polish salt tax in India was shot dead by one of his enemies. Who abolished? Who abolished? Yeah, who തന്നെയാണ്. The death of his father he loved dearly was a great blow to him. That he loved. ആണോ? അതോ ഹൂ തന്നെ വരുമോ? ഫാദർ മരിച്ചോണ്ട് ഹൂ തന്നെ വരുമോ മാം? ഡൗട്ടായി. Death of his father who he loved dearly അങ്ങനെ വരുമോ? ഡൗട്ട്. The death of his father dash he loved dearly was a great blow to him. അവൻ ആരെയാണോ അത്രയും സ്നേഹിച്ചത്, ആരെ എന്നൊരു വരുന്നില്ലേ? ആരെ എന്ന് പറയാം. ഹൂസോ? ഹൂമാണ്. Whom he loved. Father whom he loved dearly. Okay. അപ്പോ ഹൂ എന്ന് പറയുന്ന ആര്, ഹൂ ആരെ, ഹൂസ് ആരുടെ, മൂന്നും പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മള് ഒരു ഇങ്ങനെ ഫിലിംസ് ബ്ലാങ്ക്സ് തരുമ്പോ ഇതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ഡാഷ് മാറ്റിയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ പറ്റും നോക്കാം. ആര്, ആരെ, ആരുടെ എന്നൊരു ചോദ്യം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിക്കാൻ പറ്റും. അതായിരിക്കും അതിന് ഡാഷ് വരുന്ന ആൻസർ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ. അങ്ങനെ കിട്ടും. സിമ്പിൾ ആണ്. നെക്സ്റ്റ്, sunlight and water dash are essential for life and not found on the moon. That sunlight and water that are essential for life. Which of that? Whichum thatum വരുമല്ലോ മാം. Which of that use ചെയ്യാട്ടോ? Yeah. Exercise 3 നിങ്ങൾ നോക്കണ്ട കേട്ടോ. കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതൊരു എക്സാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ല കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറയുന്ന എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വേർഡ് അത്യാവശ്യം പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? പറ്റുന്നുണ്ട്. ക്ലിയർ? ഷുവർ ആണോ? ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ?
ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് മിസ്സേ. ഇപ്പൊ ഇങ്ങനെ ബ്ലറായിട്ട് കേൾക്കുന്നു. വോയിസ് ക്ലാരിറ്റി ചെറുതായിട്ട്. അതാണ് പറഞ്ഞ ക്ലാരിറ്റി കുറവുണ്ട് മിസ് പറയുന്നതില്. Clarity is dull and then it's beautiful. ഓക്കെ, ചിലത് ക്ലാരിറ്റി കുറയുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. അഡ്ജക്റ്റീവ്, ഫ്രേസ്, ക്ലോസ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും. ഓക്കെ, റെഡി ആണോ? ട്രൈ ചെയ്ത് നോക്കൂ. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പോ കൺഫ്യൂഷൻ ഫ്രീ അല്ലേ? ക്ലിയർ ആയല്ലോ? യെസ് മാം, യെസ്. ഇനി നെക്സ്റ്റ് നൗണിലേക്ക് പോകണ്ട, നമുക്ക് അഡ്വർബിലേക്ക് പോകാം. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. adverb, adverb phrase, adverb clause. എന്താണ് adverb? എന്താണ് adjective? എന്താണ് ഡിസ്ക്രൈബിംഗ്, മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. Modifying words or modified pronoun. മോഡിഫൈങ് വേർഡ്സ്. നോമിനെ മോഡിഫൈ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്. അതാണ് adjective എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ adverb എന്തായിരിക്കും? verb എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തി, അതാണല്ലോ വെർബ്. adverb എന്ന് പറയുന്നത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് adverb. ക്ലിയർ? ഓക്കെ മാം. സിമ്പിൾ ആണ്. ഒരു സെന്റൻസ് എന്തിനെയാണ് മോഡിഫൈ ചെയ്തേക്കുന്നത് നോക്കാം. നൗണിനെയാണോ പ്രോനൗണിനെയാണോ മോഡിഫൈ ചെയ്തെങ്കിൽ അത് അഡ്ജക്റ്റീവും, വെർബിനെ മോഡിഫൈ ചെയ്തെങ്കിൽ അത് adverbും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? You looks beautiful. You looks beautiful എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബ്യൂട്ടിഫുൾ എന്തായിരിക്കും അവിടെ? You looks beautiful. ആഡ്വർബ് അല്ലേ? തിങ്സ് ചെയ്യുന്ന പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാൻ ബ്യൂട്ടിഫുൾ എന്ന് യൂസ് ചെയ്യുന്നു. You looks beautiful. അഡ്ജക്റ്റീവ്. അത് ആഡ്വർബ്. അഡ്വർബ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ എന്ന വെർബ് ലുക്ക് നോക്കുന്നത്. Okay. അല്ല, You looks beautiful എന്ന് പറയുന്ന മലയാള മീനിങ് എന്ന് പറഞ്ഞേ. നിങ്ങളുടെ ലുക്ക് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ നിങ്ങളുടെ നോട്ടം എന്നുള്ള ആ ഒരു ക്രിയയെ മനോഹരമാക്കിയെന്ന് മോഡിഫൈ ചെയ്തില്ലേ? അപ്പൊ എന്തെങ്കിലും മലയാളം ടീച്ചർ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ലുക്ക് നോട്ടമല്ല കേട്ടോ. നമ്മൾ പൊതുവെ ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. നീ വളരെ സുന്ദരിയാണ്. അതല്ലേ? അപ്പോ അത് അഡ്ജക്റ്റീവ് ആണോ adverb ആണോ? അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ്. അതന്നെയാണ് മാം ഞാൻ പറഞ്ഞത്, അഡ്ജക്റ്റീവ് ആണെന്ന് ആദ്യം. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ആണ്. You looks beautiful എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ യു എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തത്. യു എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. ആ ഒരു വ്യക്തിയാണ് നമ്മൾ മോഡിഫൈ ചെയ്തത്. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, യു സിംഗ് ബ്യൂട്ടിഫുള്ളി. യു സിംഗ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തി സിംഗ്. അതിന്റെ സിംഗ് ആയതുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ. അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയി എന്ന് പറഞ്ഞത്. മോഡിഫൈ ചെയ്ത് അവൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്താണ്? അവിടെ പാട്ട് പാടുക എന്നൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. അത് നന്നായിരുന്നു എന്നാ പറഞ്ഞത് അല്ലെ? അപ്പോ വെർബിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് adverb-ആയി മാറി. ക്ലിയർ? യെസ് മാം. ഇത്രയേ ഉള്ളൂ adverb. സിമ്പിൾ.
Okay. Examples are okay. He sings beautifully. I opened the jar easily. I wrote it carefully. Teacher is teaching correctly. He is speaking honestly. They are giving equally. She's dressing nicely. I need okay. അപ്പോ വെർബിനെ മോഡിഫൈ ചെയ്യുമ്പോ അതെന്തായി മാറുന്നു? ആഡ്വേർബ് ആയിട്ട് മാറുന്നു എന്ന് മാത്രം മനസ്സിലാവും. സെന്റൻസില് വെർബ് ഉണ്ടോ നോക്കാം. എന്നിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത് വെർബിനെയാണോ നൗണിനെയാണോ പ്രോനൗണിനെയാണോ എന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം അത് അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണെന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയി മാം. അപ്പോ ഇതാണ് ആഡ്വേർബ്. ഇനി സിമ്പിൾ അല്ലേ? ആഡ്വേർബ് ഫ്രേസ് എന്തായിരിക്കും? He sings beautifully and loudly. ഒരു വ്യക്തിനെ അവന്റെ കളറാണോ ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ ഇത് എല്ലാം ചേർത്ത് പറയുന്നതിനാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അങ്ങനെ പറയാമോ മാം? He sings beautifully and loudly എന്ന് പറയാം. കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറയും. അതെ, വെർബിനെ തന്നെ നമ്മൾ ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അത് ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് മാറും. ഓക്കെ, എക്സാമ്പിൾസ് എഴുതണ്ട കേട്ടോ, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം, എന്നിട്ട് നോട്ട്ബുക്ക് എഴുതിയാൽ മതിയേ. ഓക്കെ, അപ്പൊ ആഡ്വേർബ് ഫ്രേസ് മനസ്സിലായല്ലോ. He sings beautifully and loudly പറയാം. രണ്ട് വാക്കുകൾ യൂസ് ചെയ്തു, അവർ പാടുന്നതിനെ നമ്മൾ മോഡിഫൈ ചെയ്തു എങ്കിൽ അത് ആഡ്വേർബ് ഫ്രേസ് ആണ്. ഓക്കെ, സെയിം തന്നെയാണ്. അഡ്ജക്റ്റീവ് എങ്ങനെയാണോ അഡ്ജക്റ്റീവ് ഫ്രേസ് എങ്ങനെയാണോ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് ആഡ്വേർബ് ഫ്രേസ്. ഇവിടെ വെർബ് ആണെങ്കിൽ അവിടെ നൗൺ പ്രോനൗൺ ആണ്. ഇത്രയുള്ള വ്യത്യാസം. ക്ലിയർ? Yes ma'am. ഓക്കെ, അപ്പൊ ഇതുവരെയും ഉള്ളത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്ലോസ് ആണേ, ശ്രദ്ധിച്ച് കേൾക്കാം. ക്ലോസ് എന്ന് പറയുമ്പോ നമ്മുടെ അഡ്ജക്റ്റീവില് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ആഡ്വേർബ് ക്ലോസ് വരുന്നത് കൺജങ്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അത് ഏതെങ്കിലും വെച്ചിട്ടായിരിക്കും ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ? Yes ma'am. മാം ഒന്നും കൂടി പറയോ? എനിക്ക് വോയിസ് കട്ടായത് കാരണം കേൾക്കാൻ പറ്റിയില്ല. ആണോ? പറയാവേ. ഇവിടെ ആഡ്വേർബ് എന്ന് പറയുന്നത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ്. ഓക്കെ, ആഡ്വേർബ് ഫ്രേസ് വെർബിനെ നമ്മൾ ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് ഫ്രേസ്. ഓക്കെ, ദെൻ ക്ലോസ് ആണ്. ക്ലോസ് സെയിം തന്നെയാണ് കേട്ടോ. അവിടെ എന്താണ് ഒരു എന്താണ് ക്ലോസ് അറിയാലോ. ക്ലോസ് എന്താണ്? സബ്ജക്റ്റും വേർബും ഉണ്ടാകും. സെയിം തന്നെയാണ് ഇവിടെയും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അഡ്ജക്റ്റീവിന്റെ കാര്യത്തിൽ അത് റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത് കൺജങ്ഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കൺജങ്ഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിഫോർ, ആഫ്റ്റർ, ടിൽ, അൻടിൽ, വെൻ, വെനെവർ, വൈൽ, വെയർ. ഇവിടെ കൺജങ്ഷൻ എന്ന് പറയുമ്പോഴും ഇവിടെയും ചിലതിൽ റിലേറ്റീവ് പ്രോനൗൺ തന്നെ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് അഡ്ജക്റ്റീവിന്റെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ 5 or 6 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിൽ റിലേറ്റീവ് പ്രോനൗൺ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൺഫ്യൂഷനായി ആവോ? എളുപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെന്റൻസ് നൗണിനെയാണോ പ്രോനൗണിനെയാണോ ഫോക്കസ് ചെയ്ത് പറയുന്നത് എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എഴുതാം അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു സെന്റൻസ് വരുമ്പോൾ അവിടെ വെർബിനെയാണ് അവിടെ മോഡിഫൈ ചെയ്ത് പറയുന്നെങ്കിൽ
പിന്നെന്താണ് കൺജക്ഷൻ വെച്ചിട്ടോ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടോ സ്റ്റാർട്ട് ചെയ്താലും അവിടെ വെർബിനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലോസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇങ്ങനെയേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിപ്പോ എന്താണെങ്കിലും ശരി. കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് പഠിച്ചാൽ രണ്ടും കൺഫ്യൂഷൻ ആവുകയുള്ളൂ. സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് അത് അഡ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണോ അതോ അഡ്വർബിനെ കുറിച്ചിട്ടാണോ പറയുന്നതെന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലോസ് കറക്റ്റ് ആയിട്ട് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ടഫായി തോന്നുന്നുണ്ടോ? നോ മാം. ഇവിടെ അഡ്ജക്റ്റീവ് അഡ്വർബ് ക്ലോസ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടാണ് ക്ലോസ് വരുന്നത് അല്ലെ? അഡ്ജക്റ്റീവിൽ അങ്ങനെ കണ്ടേ. പക്ഷേ അഡ്വർബിൽ അങ്ങനെയല്ല കേട്ടോ. ചിലപ്പോ ഫസ്റ്റും വരാം, ചിലപ്പോ സെക്കൻഡ് ഹാഫിലും വരാം. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റും വരാം, ചിലപ്പോ സെക്കൻഡ് ഹാഫിലും വരാം. രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് ഇവിടെ അഡ്വർബ് ക്ലോസ് കാണാൻ പറ്റാവുന്നതാണ്. നന്നായി പഠിക്കേണ്ടി വരും. അത് നന്നായി ബൈഹാർട്ടല്ല ഞാൻ പറഞ്ഞേ, ട്രിക്കി വെച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, മാം അതൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് തരുമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലോസ് മാത്രമല്ലോ ടഫ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? യെസ് മാം. അതെ മാം, അതെ. ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബോർഡിനേറ്റീവ് കൺജക്ഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെർച്ച് ചെയ്ത് റെഫർ ചെയ്ത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ് സബോർഡിനേറ്റീവ് കൺജക്ഷൻ എന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതി വെക്കേണ്ട കാര്യമാണ്. സ്വയം ചെയ്താൽ മാത്രമേ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. നമ്മൾ തന്നെ ചെയ്യാം. ഫസ്റ്റ് അത് ചെയ്യാം. എന്നിട്ട് അഡ്വർബിന്റെ കുറെ എക്സസൈസ് ഒക്കെ ഉണ്ടാവും, അത് മാക്സിമം ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കൂട്ടോ. എക്സാമ്പിൾ പറയട്ടെ. You can watch TV after you finish your homework. You can watch TV after you finish your homework. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഹോംവർക്ക് ചെയ്യുന്നത് ഫിനിഷ് എന്നുള്ള വെർബല്ല. ഇവിടെ എന്തിനാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്? വെർബിന്. എന്തിനു വേണ്ടി? ടി വി കാണാൻ വേണ്ടിയിട്ട്. ടി വി കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ടി വി കാണണം അല്ലെ? നിനക്ക് ടി വി കാണാം, പക്ഷേ എന്താണ് വേണ്ടത്? അപ്പൊ ഇവിടെ വെർബ് എന്താണ്? കാണുക എന്നുള്ളതാണ്, വാച്ച് അല്ലെ? അല്ലാതെ അവനെ കുറിച്ചാണോ പറയുന്നത് അവിടെ ആ സെന്റൻസില്? അല്ല അല്ല അല്ല. നമ്മളോ പ്രോണൗണിനെ കുറിച്ചിട്ടൊന്നും അല്ല ഇവിടെ പറയുന്നത് അല്ലെ? വാച്ച് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, വാച്ച് ആണ്. ടി വി കാണണം. അപ്പോ അത് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി അതൊരു അഡ്വർബ് ആണെന്ന് മനസ്സിലായി. വെർബിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ അഡ്വർബ് ആയിരിക്കും അല്ലെ? ദെൻ നോക്കേണ്ടത് എന്താണ്? ഒരു സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ഉണ്ട് മാം. ആഫ്റ്റർ ഒരു വെർബോ സബ്ജക്റ്റോ ഉണ്ടോ അതിനുശേഷം? യെസ്. ഫിനിഷ് യുവർ ഹോംവർക്ക്. അപ്പോൾ എന്താണ്? അഡ്വർബ് ക്ലോസ്. ഇങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ,
സോ സെന്റൻസ് കിട്ടിയ പാടെ അയ്യോ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ, ഓക്കെ എന്നാൽ ഇത് അഡ്വർബ് ക്ലോസ് ആണ് എന്ന് ആരും എഴുതരുത്. ഓക്കെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തിനെ കുറിച്ചിട്ടാണ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ? അഡ്വർബ് ആണെങ്കിൽ അതിനുശേഷം അഡ്വർബ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നോക്കേണ്ടത് എന്താണ്, അവിടെ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ നോക്കാം. എന്തെങ്കിൽ ഓക്കെ അത് എന്താണ് ക്ലോസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായോ? മാം ഒരു ഡൗട്ട് ചോദിക്കാം. മാം നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ വെർബിൽ ഫോക്കസ് ചെയ്തു എന്ന്, അപ്പൊ ചില സെന്റൻസുകളിൽ ഈ കോൺജക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ വരുന്നത്? അതായത് നമ്മൾ ആ പ്രവൃത്തിക്ക് മുൻപോ പിൻപോ എന്നുണ്ടോ കൺജങ്ഷൻ വരുന്നത്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വരുന്നത് ചില സെന്റൻസുകളിൽ, എല്ലാത്തിലും അല്ല ചില സെന്റൻസുകളിൽ അങ്ങനെ വരുമോ? ഇവിടെ മെയിൻ ആയിട്ട് കൺജങ്ഷന് കഴിഞ്ഞിട്ടാണ് ക്ലോസ് വരുന്നത്. അത് ആദ്യമോ ആകാം, ചിലപ്പോ രണ്ടാമത്തെ പാർട്ടിലാകാം. എക്സാമ്പിൾ അത് നോക്കി. As soon as he heard the news, he called me. ഇവിടെ കൺജങ്ഷൻ എവിടെയാ വന്നിരിക്കുന്നത്? ആദ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടോ? ഉണ്ട് മാം. ഹി ഹേർഡ്. അപ്പൊ അതാണ് അവിടെ ക്ലോസ് ആയിട്ട് വരുന്നത്. ആ പോർഷൻ ആണ് ക്ലോസ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു സെന്റൻസ് നോക്കിയേ. ഹി കോൾഡ് മീ എന്നാണ്. ഹി കോൾഡ് മീ അല്ലെ? എന്താണ് അവൻ വിളിച്ച സമയത്ത്, അവനെ വിളിച്ചപ്പോൾ എന്താണ് ന്യൂസ് കേൾക്കുകയായിരുന്നു. ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. വിളിക്കുക എന്നൊരു ഇതിനെയാണ് വേർബിനെയാണ് നമ്മളോട് പറയുന്നത് അല്ലെ? നിങ്ങള് ഓക്കെ, അത് ഓക്കെ ആണല്ലോ. വിളിക്കുക എന്നൊരു ഇതിനെയാണ് നമ്മൾ സെന്റൻസ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ആസ് സൂൺ ആസ് എന്നുള്ളത് അതൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണെന്നൊക്കെ മനസ്സിലായി. അതിനുശേഷം ഒരു സബ്ജക്റ്റോ വെർബോ ഉണ്ടോ അല്ലെ? അപ്പൊ സബോർഡിനേറ്റ് കൺജങ്ഷൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും ക്ലോസ് വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. ഇപ്പോ she came to the party before it was over. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഇതുപോലെ ഒരു അണ്ടർലൈൻ ഉണ്ടാകാം. എന്നിട്ട് ചോദിക്കുന്നത് ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ അണ്ടർലൈൻ ചെയ്ത പാർട്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഓപ്ഷൻസ് ഉണ്ടാകും ഇടയിൽ. അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്വർബ് ക്ലോസ്, നൗൺ ക്ലോസ്, അങ്ങനെ ഡിഫറെന്റ് ക്ലോസ് ഒക്കെ ഉണ്ടാകാം. അതിൽ ഏതാണോ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ആൻസർ ചെയ്യാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ മാം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? ഓക്കെ, she came to the party before it was over. അവൾ എന്താണ് പാർട്ടി വന്നു. അങ്ങനെ കാണുമ്പോഴേ നമ്മൾ വെർബ് ആണെന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പൊ ബിഫോർ വന്നപ്പോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വന്നപ്പോ മനസ്സിലായി മാം. അതെ, കൺജങ്ഷൻ. നെക്സ്റ്റ്, he followed me where I went. ഫോളോ ചെയ്യുകയാണ്. ഇവിടെ പോയാലും അവനെ ഫോളോ ചെയ്യാണ്. ഫോളോ എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഫോളോ അല്ലെ? അവനെ കുറിച്ചിട്ടല്ല പറയുന്നത്, അവൻ ഫോളോ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ഈ നോട്ടൊക്കെ തരാം കേട്ടോ, നോട്ടെല്ലാം തരാം. കാര്യം ആദ്യം മനസ്സിലാക്കുക. ഏകദേശം ഇപ്പൊ മനസ്സിലായോ? എനിക്ക് അതാണ് വേണ്ടത്. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ പോർഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലോ ബൈ ഹാർട്ട് പഠിച്ചാലോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇതിലും കഷ്ടമാണ് നൗൺ, ഫ്രേസ് ആൻഡ് ക്ലോസ്. ഓക്കെ,
മാം ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ? എനിക്ക് ഇപ്പോഴത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ആയതാ. നമ്മളെ ഇപ്പൊ സെന്റൻസിൽ ഇപ്പൊ വെർബാണ്, ഇപ്പം ഷീ കെയിം ടു ദ പാർട്ടി ബിഫോർ ഇറ്റ് വാസ് ഓവർ, അവിടെ വേറൊരു സബ്ജക്ട് വെർബ് വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അത്ര എല്ലാം നോക്കണ്ടല്ലോ? എല്ലാം നോക്കണം. എല്ലാം നോക്കണം? നോക്കണ്ട. കാരണം നിങ്ങൾ നോക്കണ്ട. ചെയ്യേണ്ടത് ആഡ്വർബ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സെന്റൻസിൽ എന്തിനെ കുറിച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അത് ഫസ്റ്റ് നോക്കാം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അവരെ കുറിച്ചാണോ, അല്ലെങ്കിൽ നൗണിനെ കുറിച്ചോ പ്രോണൗണിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർബിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇപ്പൊ ഹി ഫോളോഡ് മീ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഫോളോ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാണ്, അവരെ കുറിച്ചിട്ടല്ല. അവർ ഫോളോ ചെയ്യുന്ന കാര്യം, ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ല നമ്മളോട് പറയുന്നത്. ആ വ്യക്തി ചെയ്യുന്നൊരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെ? ഫോളോ ചെയ്യുന്ന പ്രവൃത്തിയാണോ നടക്കുന്നത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സെന്റൻസ് ഓക്കെയായി, ഇത് വെർബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അതറിയാം, അത് ആഡ്വർബ് ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ കൺജക്ഷൻ ഉണ്ടോ, സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ എന്താണ്, അത് ക്ലോസ് ആണ്, ആഡ്വർബ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ആ സബ്ജക്ട് ഉണ്ടോ, സബോർഡിനേറ്റ് കൺജക്ഷൻ ആയിട്ട് സബ്ജക്ട് ഉണ്ടോ, വെർബ് ഉണ്ടോ എന്ന് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇപ്പോ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് അയാൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. നമ്മൾ വ്യക്തിയെ കുറിച്ച് പറയുന്നതും ആൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതും രണ്ടും രണ്ടാണ്, അല്ലേ? അതെ മാം. നിങ്ങൾ പറയാണ് ഇപ്പൊ എന്നെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചല്ലേ പറയാം. ഓക്കെ, ഇപ്പോ അവൾ ഭയങ്കര സ്മാർട്ടാണ്, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്ന അവളെ കുറിച്ച് പറയുന്നതാണ്, ആ പേഴ്സണെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ശരിയല്ലേ? ഇനിയിപ്പോ അവൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, അവൾ നന്നായിട്ട് വരയ്ക്കും, അവൾ നന്നായിട്ട് ക്ലാസ് എടുക്കും, അവൾ നന്നായിട്ട് പഠിപ്പിക്കും എന്ന് പറയുന്നത് അവളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും അവൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ മാം ഫസ്റ്റ് പറഞ്ഞത് അഡ്ജക്റ്റീവ് എന്താണ്, ഫ്രേസും അല്ലേ? രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് ആഡ്വർബ് ഫ്രേസും. ഓക്കെ ഓക്കെ, മനസ്സിലായി. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഒരു വ്യക്തിയെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. വ്യക്തി എന്ന് പറയുന്ന ഒരു നൗണോ പ്രോണൗണോ ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ആഡ്വർബിലും പറയുന്നത്. ഒരു നൗണിയോ പ്രോണൗണോ തന്നെയാണ് നമ്മൾ ആഡ്വർബിലും പറയുന്നത്. പക്ഷെ വ്യത്യാസം എന്താണ്? അഡ്ജക്റ്റീവില് ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഫിസിക്കലിയോ ആളെ കുറിച്ച് ആളെങ്ങനെയാണോ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടായിരിക്കും പറയും. മനസ്സിലായോ? പക്ഷെ അത് ആഡ്വർബിലേക്ക് വരുമ്പോ അത് ആള് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചിട്ടായിരിക്കും. അതാണ് വ്യത്യാസം. അത് നിങ്ങൾ സെന്റൻസ് വൈസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അത്രയേ ഉള്ളൂ. കാരണം രണ്ട് ചാപ്റ്ററിലും ക്ലോസ് ആണ് കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി. നിങ്ങൾക്ക് നോക്കുമ്പോ കുറച്ചുകൂടെ ടഫ് ക്ലോസ് ആണ്, അല്ലെ? സോ അത് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയി. അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ, വേറെ രീതിയിൽ എങ്ങനെയും പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ മാത്രം ചിന്തിക്കാം. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് മൈന്. ക്ലോസും ഫ്രേസും ഒക്കെ മാം പഠിപ്പിച്ചെങ്കിലേ ഇതങ്ങോട്ട് കറക്റ്റായി വരും. ഞാനിങ്ങനെ പല ഡൗട്ട്സ് ചിന്തിക്കുന്നത് മാം പഠിപ്പിക്കുന്നതിന് മുമ്പ് അത് കയറി ചോദിച്ചു കഴിഞ്ഞാൽ അത് അധികം പറ്റാമെന്ന് വെച്ച് പിന്നെ മിണ്ടാതിരിക്കുക. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്ന ഫ്രേസിന് ഒരു കംപ്ലീറ്റ് സെൻസ് ഇല്ലെന്നല്ലേ? അങ്ങനല്ലേ ഫ്രേസ് പഠിക്കുന്നത്? ക്ലോസ് ആണെ ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ട്, അതിനൊരു അർത്ഥമുണ്ട്, അങ്ങനല്ലേ ക്ലോസ്? ഇപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവ് ക്ലോസും പറയുമ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ മൈൻഡിൽ ചിന്തിക്കുക. പക്ഷെ മാം അത് പഠിപ്പിക്കുന്നതിനും ഇത് കയറി ചോദിച്ചെന്ന് പറയത്തില്ലേ അപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ? അങ്ങനെയാണ്ട് ഭയങ്കര ഡൗട്ട്സ് ഇങ്ങനെ ഇരിക്കുക മൈൻഡിൽ കയറി. ക്ലിയർ ചെയ്യാം നമുക്ക്. ഇതിപ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് കേട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ മാം, താങ്ക് യു മാം. ഇവിടെ നോക്കിയേ നിങ്ങള്, the orange that the board was delicious. നമ്മൾ അവിടെ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? ഓറഞ്ചിനെ കുറിച്ച്. ഓറഞ്ച് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടല്ലോ. അല്ല. നെക്സ്റ്റ്, the woman who was wearing a red dress. ആ വുമനെ കുറിച്ച്. അവളുടെ പ്രവൃത്തിയല്ലല്ലോ. അല്ല.
അല്ല, ഇനി നോക്കിയേ. He followed me where I went. ഈ ഫോളോ ചെയ്തു പ്രവൃത്തിയല്ലേ? Okay. She came to the party before it was over. അവള് പാർട്ടിയിലോട്ട് വന്നു എന്നുള്ളത് സെയിം. Yeah. പാർട്ടി അവസാനിക്കുന്നതിന് മുമ്പ് അവൾ പാർട്ടിയിൽ വന്നു എന്നാ പറയുന്നത്. വന്നു എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് വെർബും ആഡ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി മാം. സത്യോ? കത്തി മുമ്പേ മനസ്സിലായി മാം. ഇതിന് മുമ്പേ മനസ്സിലായി. ഇന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇങ്ങനെ വെക്കുമ്പോ കണക്ട് ചെയ്ത് പഠിക്കണം. കാരണം ഞാൻ അഡ്ജക്റ്റീവ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ വന്നു. ഞാനപ്പോ പറഞ്ഞു അടുത്തതും കൂടെ പഠിക്കുമ്പോ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തപ്പോ എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് നൗൺ കിടക്കുന്നത്. അത് കുറച്ച് പക്ഷെ അത്രയും കൺഫ്യൂഷൻ തോന്നുന്നില്ല മാം. ഇതിന് വലിയ ടഫായിട്ട് തോന്നുന്നില്ല. നേരത്തെ പഠിപ്പിച്ച അത്രയും തോന്നുന്നില്ല, കൺഫ്യൂഷൻ തോന്നുന്നില്ല. മനസ്സിലായി, അതാണ് സത്യം. നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണത് കണ്ടുപിടിക്കേണ്ടതെന്നും എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. അതാണ് സംഭവം. അതായത് നിങ്ങൾ നോട്ട് എഴുതിയതിന്റെയോ ഒന്നും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഇതാണ് ഏറ്റവും നല്ലൊരു വഴി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു. ഒരു ക്ലോസ് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ ക്ലോസിനെ കുറിച്ച് സംസാരിച്ചു, അതിനുശേഷം അഡ്ജക്റ്റീവിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് പറഞ്ഞു. ടോട്ടലി കൺഫ്യൂസ് ആയി, മൊത്തത്തിൽ കഴിയുന്നുള്ളൂ അല്ലെ? അതായത് ആധികാരികമായി പഠിച്ചു ആണോ? ഇനിയൊരു മോക്ക് ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ ക്ലിയർ ആകും മാം. ക്ലിയർ ആണോ? പേടിക്കണ്ട. പേടിക്കുന്ന അത്രയും ഭീകരനല്ല എന്തായാലും. മോക്ക് ടെസ്റ്റ് കൂടെ കഴിയുമ്പോ നമ്മൾ ആരാന്ന് അറിയും. സിമ്പിൾ ആണെന്നേ. ഓക്കെ, ഒരു കാര്യം ചെയ്യും നിങ്ങള്. ഒരാള് മനസ്സിലായത് എന്താണോ ഒന്ന് പറഞ്ഞേ. പറയൂ. അതായത് ഒരു വ്യക്തിനെ കുറിച്ച് നമ്മൾ ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസും, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അഡ്വെർബ് ഫ്രേസ്, അല്ല അഡ്വെർബ് ക്ലോസ്. സോറി മാം, ക്ലോസ് പറയാൻ മാറി പറഞ്ഞതാണ്. ക്ലോസ് മാം. ആണോ മാം? വെർബ് എന്ന് പറഞ്ഞ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാം. അഡ്വേർബ് എന്താണെന്ന് മനസ്സിലായല്ലോ? അഡ്വേർബ് modify or describes a verb. Verbനെ modify or describe. that is to modify or describe a verb. ഇതാണ് adverb എന്ന് പറയുന്നത്. വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് adverb എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിലപ്പോ ബ്യൂട്ടിഫുള്ളി, ഈസിലി, എൽവൈയിലൊക്കെ അവസാനിക്കും. ഇതും അങ്ങനെയാണ്, എൽവൈയിലേക്ക് അവസാനിക്കാം. ബ്യൂട്ടിഫുള്ളി, ഈസിലി, ക്വയറ്റ്ലി, ഓണസ്റ്റ്ലി, ഈക്വലി, നൈസ്ലി എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വെർബിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് ആഡ്വേർബ് ആണ്. ഓക്കെ, ഒരു വേർഡിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് ആഡ്വേർബ് എന്ന് മാത്രം എഴുതാം. ഒന്നാമതിൽ കൂടുതൽ വേർഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ my sister Rachel is ഓക്കെ, നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്നും നോക്കണ്ടോ. അതിൽ ഒരു വേർഡിലൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഫൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഒന്നോ അതിൽ കൂടുതൽ വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് adverb phrase ആണ്. Adverb phrase. Then adverb clause. ക്ലോസിൽ പറയുന്നത് എന്താണ്? സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മൾ മെയിൻലി നമ്മൾ പഠിക്കാനുള്ളതാണ്. സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, adverb clause സ്റ്റാർട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ടായിരിക്കും. Then സെന്റൻസ് വെർബിനെ കുറിച്ചാണോ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് adverb clause ആയിരിക്കും. വെർബിനെ കുറിച്ചിട്ടാണോ പറയുന്നത് നോക്കാം. അതിനുശേഷം സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് adverb clause ആയിരിക്കും.
സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെയാ പറഞ്ഞുതരാം. ക്ലിയർ ആയില്ലേ? യെസ് മാം. ഒരു നോട്ട്സ് സഹായമില്ലാതെ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു. അഭിമാനിക്കൂ. ഓക്കെ, ആരുടെ കയ്യിൽ നോട്ട് ഒന്നുമില്ല, പക്ഷെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, സോ സിമ്പിൾ അല്ലെ? നാളെ രണ്ടും കൂടെ ഒരുമിച്ച് മോക്ക് ടെസ്റ്റ് ഇട്ടാലോ? ഇത് പറയുന്നു. എന്തായാലും ഭയങ്കര ഒരു ചാപ്റ്ററാ. ഒരുമിച്ച് മോക്ക് ടെസ്റ്റ് ഇട്ടാൽ ഞങ്ങളൊരു വഴിയാവും. പക്ഷേ ഒരുമിച്ച് ഇട്ടാല് എക്സാമിന് അങ്ങനെയല്ലേ മാം വരുന്നത്? ഒരുമിച്ച് മിക്സഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ നമുക്കതൊരു പ്രാക്ടീസ് ആവുമായിരുന്നു ഒരുമിച്ച് ഇട്ടാല്. എനിക്കൊന്ന് കുറച്ചും കൂടി മനസ്സിലാകാനും നന്നായിരിക്കും. അതെ അതെ, എല്ലാം ഇട്ടാലേ നമുക്ക് എല്ലാ സെന്റൻസിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തുള്ളൂ. അതെ മാം, കമ്പയർ ചെയ്ത് പഠിക്കുമ്പോ ഒന്നും കൂടെ മനസ്സിലാവുന്നുണ്ട് ഒറ്റക്ക് പഠിക്കണേനേക്കാളും. അതെ മാം, സത്യമാണ്. ഇപ്പൊ നമ്മൾ ക്ലോസ് മാത്രം നോക്കി അഡ്ജക്റ്റീവ് മാത്രം നോക്കി അത് മാത്രം നമ്മൾ പഠിക്കും, മറ്റേത് മറക്കും. പിന്നെ എക്സാം ടൈമിൽ അത് പഠിക്കും. ഇതെല്ലാം ഒത്തല്ലേ ഫൈനലിന് വരുന്നേ. പക്ഷെ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് അറിയാം തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്താണ് പറയൂ, എന്താ ചെയ്യേണ്ടത്? ഞാൻ മോക്ക് ടെസ്റ്റിന്റെ കാര്യമാണോ? ഒന്നിച്ചിട്ടാ മതി, ചാപ്റ്റർ മൊത്തം ഇട്ടാ മതി. അതാണ് നമുക്ക് യൂസ് ആവത്തുള്ളൂ. അതെ അതെ, അതങ്ങനെ ഇട്ടാ മതി. ആണോ? രണ്ടും ഒരുമിച്ചാണോ? രണ്ട് ചാപ്റ്ററോ? ആ ഇട്ടാ മതി മാം. ഞങ്ങൾ അപ്പൊ അറിയാലോ ഏതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്വർബ് എന്നൊക്കെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അതെ പറ്റും. മാം, അഥവാ നമുക്ക് എല്ലാം കൂടെ ആ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വരണം, എന്നാലേ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റൂ മാം. അത് വരും, കൺഫ്യൂഷൻ വരും ഉറപ്പാണ്. എന്നാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ. അല്ലെങ്കിൽ മാം രണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിന്റെ, പിന്നെ രണ്ടും കൂടെ ഉള്ള. ഓക്കെ. നല്ല എല്ലാവരും നല്ല മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. എന്താ ഉള്ളേ? നെക്സ്റ്റ് നൗൺ ക്ലോസ് ആണ്. നൗൺ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ എത്ര പെട്ടെന്ന് ആഡ്വർബ് പഠിക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല. ഇല്ല മാം, ആദ്യത്തെ കുറച്ച് ഡൗട്ട് കുറച്ച് നല്ല എളുപ്പമുണ്ടായിരുന്നു ഇത്. അത് തന്നെയാണ് നൗണും. നൗണും ഏകദേശം സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നൗൺ നോക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ രണ്ട് ചാപ്റ്ററിന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ക്ലാസ് എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും നാളെ മാക്സിമം കേറാൻ നോക്കട്ടെ മാം, ഞങ്ങളുടെ ഒപ്പനൊക്കെ കാണാൻ. നിങ്ങളുടെ ഒപ്പന എപ്പോഴായിരിക്കും? എനിക്ക് 11:30 ചൊറിഞ്ഞ ക്ലാസ്. ഫസ്റ്റ് പ്രോഗ്രാം ആദ്യം ഒരു ഒപ്പന വെച്ചിട്ടാണ് അടുത്ത ഒപ്പന ലാസ്റ്റ് കുറച്ചിടയിൽ അങ്ങനെ ഇടാനാണെന്ന് തോന്നുന്നു പ്ലാൻ. മാം എന്റെ ക്യാമറ ഓൺ ആവുന്നില്ല. ചെക്ക് ചെയ്യൂ. നീ വേറെ ട്രൈ ചെയ്യേ. എനിക്ക് ആരെങ്കിലും ഒന്ന് ഇപ്പൊ തന്നെ ആ MT ഒന്ന് ഇട്ട് തരുമോ ഇതിന്റെ ജോയിനിങ്? ഞാൻ എന്റെ ഉമ്മാടെ ഫോണൊന്ന് നോക്കട്ടെ കേറി. പെട്ടെന്ന് 24 മിനിറ്റ് ആയി. നെറ്റും കിട്ടുന്നില്ലല്ലോ പഠിച്ചേ. മാം സ്പെക്സ് ഒഴിവാക്കിയോ? ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ തോന്നുന്നില്ല, സ്ട്രെയിൻ വരുന്നില്ല. എന്തോ കണ്ണെന്തോ ശരിയായെന്ന് തോന്നുന്നു. മാക്സിമം ഇടാതിരിക്കുന്നതാണ് മാം നല്ലത്. ഇത് ചെയ്യാനാ കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണട വെക്കാൻ ചെയ്യാൻ പറ്റുമോ? മാം ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചത്, എനിക്കിപ്പോ നെറ്റ് ശരിയാവുന്നില്ല, കണക്ഷൻ ഇഷ്യൂവും കൂടെ ഉണ്ട്, മറ്റേ ഫോണിൽ കണക്ട് ആവുന്നില്ല. അപ്പൊ നമുക്ക് ഈ സ്മാർട്ട് ശ്രീ ഞാൻ സാറിനോട് ഇൻഫോം ചെയ്തിരുന്നു. അപ്പൊ ടെക്നിക്കൽ ടീം കയറുമ്പോൾ എനിക്ക് ഇതേപോലെ ക്ലാസ് റൂമിൽ അവർ അലോ ചെയ്യുമായിരിക്കും അല്ലേ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ? ശരിയായിരിക്കും. അപ്പൊ ഞാൻ ടൈം കളയണ്ട, ഞാൻ അങ്ങനെ നോക്കാം മാം, കുഴപ്പമില്ല. എന്തോ മൊത്തത്തിലൊരു ഇഷ്യൂ. ആണോ?
ഞാൻ ഓണാക്കുമ്പോ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറ ഓൺ ആവുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളിലോട്ട് വരുന്നില്ല. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അതിന്റെ പ്രോബ്ലം. അതെ, ഇനി ഷെയർ സ്ക്രീൻ ചെയ്യണോ അപ്പം എന്തെങ്കിലും, അതൊന്നും അറിയാൻ വയ്യ. സെറ്റിംഗ്സിൽ പോയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, മാം ക്ലാസ് കഴിഞ്ഞിട്ട് ആരും പോവല്ലേന്നൊന്ന് പറയണേ. ചില കുറച്ചു പേരുടെ സ്ഥലം എവിടേക്കാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. വേറെ ആരെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ, പ്രത്യേകിച്ച് ആണോ കാണാം. ഫേസിനെ കാണാം, ഇവിടുത്തെ ഇഷ്യൂ അല്ല കേട്ടോ തമന്ന. ഇവിടുത്തെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നില്ല, കാരണം എനിക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഓണാക്കാൻ പറ്റിയിരുന്നു അപ്ഡേഷൻ കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പൊ അതിന് ശേഷം വരുന്നേ ഇല്ല. ഇനി എവിടെ മാറി കിടക്കുകയാണെന്ന്. സെറ്റിംഗ്സിൽ ആകെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. കേൾഫുൾ ആയിട്ട് നോക്കൂ സെറ്റിംഗ്സിൽ. ഓക്കെ, കാണാൻ പറ്റും അപ്ഡേഷൻ വന്നപ്പോ എന്തെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവായിരിക്കില്ല ചിലപ്പോ. പക്ഷെ മാം ഇന്നലെ ഒരു ഞങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിരുന്നു. അതില് പ്രസന്റ് ചെയ്യാൻ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്തത്, പക്ഷെ ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഡേയ്സിന്റെ ക്യാമറയോ? ആ, ഇന്നലെ കണ്ടില്ല. അപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ ആർക്കും കണ്ടില്ലായിരുന്നല്ലേ? അപ്പൊ ആ ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടോ? അപ്പൊ എല്ലാവരും അയ്യോ, അപ്പൊ നാളെ പെട്ട് ക്യാമറ ഓഫ് ആക്കി ഡാൻസ് കളിക്കേണ്ട അവസ്ഥ വരും. വേറെ ഫോണിൽ ജോയിൻ ചെയ്യും. ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ, സാറിനെയോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും. ഞാൻ സാറിനെ വിളിച്ചിരുന്നു, ഇന്നലെ വിളിച്ചിരുന്നു. അപ്പൊ ടെക്നിക്കലിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സാറ് എനിക്കൊന്ന് തിരക്കായിട്ട് മറന്നു. ജിഷ മിസ് ഇത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ ടെക്നിക്കലി പോയി സംസാരിച്ചിട്ട് വേണമെങ്കിൽ അവരായിട്ടൊന്ന് കണക്ട് ചെയ്യും. മിസ്സും കൂടെ ഒന്ന് പറയോ, ഇതുവരെ ശരിയായില്ല, എനിക്ക് നോക്കിയിട്ട് സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല എന്ന് പറയണേ. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ പോയിട്ട് പറയാം. സൈൻ ഔട്ട് പറയും. എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്താണോ? അതാ ഞാൻ നോക്കുന്നത്, ഇത് എന്ത് പറ്റിയെന്ന്. ഇപ്പൊ മാറി. സിനു ഷെയർ സ്ക്രീൻ ചെയ്തതാ. ഓക്കെ, സൈൻ ഔട്ട് പറയൂ. എനിക്ക് പോണം, ക്ലാസ് ഉണ്ട്. Good afternoon, ma'am. Good afternoon, ma'am. This is Masrifa signing out. Be the change that you wish to see in your country. Mahatma Gandhi. Thank you, Abarna ma'am, for the wonderful class and all my dear friends. Thank you. ഞാനായിരുന്നു സൈനും പറയേണ്ടത്, പക്ഷെ ഞാൻ എസ്നാട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, പേര് മാറ്റിയത് താങ്ക് യു. ഞാൻ പോവാണ്. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ. ഞങ്ങൾക്കൊക്കെ അറിയാം അശ്വതി മാം ആണെന്ന്. ഓക്കെ, താങ്ക് യു. നാളെ ഞാൻ ജോയിൻ ചെയ്യാം, മാക്സിമം നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ മാം, താങ്ക് യു. ആരും പോവല്ലേ? പോകത്തില്ല. ഡേയ്സിൻ പറഞ്ഞോ, പോകത്തില്ല.